ഹായ്, ഞാൻ 2 കഷ്ണം കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കട്ടെ. അപ്പം ഞാനിവിടെ കുറച്ച് സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, ഒരു 10 വറ്റൽമുളക് എല്ലാം കൂടെ. അപ്പോൾ അത് എന്തിനാണെന്നറിയുമോ, നമ്മളൊരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക. അപ്പം ഞാൻ അതിന് വറ്റൽമുളകൊന്ന് വറുത്തെടുക്കട്ടെ. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ചുമ്മാ അതാ ചട്ടിക്കകത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ 2 കഷ്ണം ഇട്ടതിൽ 1 കഷ്ണം പുളിയേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം മഴയൊക്കെയല്ലേ, അപ്പോൾ ഗ്യാസിൻ്റെ അസ്വസ്ഥതയും പിന്നെ പനിയും ഒക്കെ വരുമ്പോൾ നമുക്ക് വേറെ കൂട്ടാനൊന്നും കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ വായിക്കൊരു രുചിയൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഇച്ചിരി ചൂട് കഞ്ഞിയോ ചൂട് ചോറോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എനിക്കപ്പം ചമ്മന്തി ഒന്ന് അരയ്ക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ഓർത്തേ, അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം. ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. മറ്റേ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട. ഉപ്പ് മാത്രം കറക്റ്റാണോ നോക്കിയാൽ മതി. പുളിയൊക്കെ ഉണ്ട്, പുളി ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നുണ്ട്, ഞാൻ നോക്കി കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ഒരു ചമ്മന്തി. ഇപ്പം ചക്കയും മാങ്ങയും ഒക്കെ കഴിച്ച് എല്ലാവർക്കും വയറിനൊരു ബുദ്ധിമുട്ടൊക്കെയാണ്, ഗ്യാസിൻ്റെ വിഷയങ്ങളാണ്. അപ്പം മാറാൻ വേണ്ടിയിട്ട് ചൂട് കഞ്ഞി ഈ ഒരു മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ സൂപ്പർ, നമ്മുടെ അത്താഴം അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.